ഹലോ ഗൈസ്, അപ്പൊ ജാതികയുടെ ഇതുപോലെ കൊടുത്തു ഗൈസ്. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ലോഡ് പോവാണ് ഗൈസ്. അപ്പം തിരുവനന്തപുരത്തേക്ക് ലോഡ് പോകാൻ വേണ്ടി ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്നാന്ന് അറിയാം, ഈ സാധനം ഇവൻ ഓൾ കേരള ട്രിപ്പ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവൻ കാസർഗോഡാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവിടുന്ന് അവൻ എറണാകുളം വന്ന് ഇവിടുന്ന് ലോഡ് കൊണ്ടുപോകാൻ വേണ്ടി വന്നാ. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവൻ കേരളത്തിന്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ സഞ്ചരിക്കും. കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് ഗൈസ്. നമ്മൾ തിരുവനന്തപുരം പോകുന്ന വണ്ടി ഇതാണ്. അവനെ ഞാൻ ഇന്നലത്തെ അവൻ്റെ കോലം ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന് അവനെ നമ്മൾ ഈ പരുവത്തിൽ കൊണ്ട് കഴുകി സെറ്റാക്കി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയും കൊണ്ടാണ് ഗൈസ് ഇന്ന് പോണത്. നമ്മുടെ സമൂഹം മൊത്തം എന്തൊക്കെയൊക്കെയോ എഫക്റ്റോ എന്താ സൈഡ് എഫക്റ്റ് അല്ലടാ അങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം ഗൈസ്. എടാ എൽറോയ്, ഈ തെങ്ങെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഈ തെങ്ങ് ഇങ്ങോട്ട് ഈ പറമ്പിലേക്ക് വന്നിട്ട് അവൻ ആ തിരിച്ചു പോയത് ഒരു മര്യാദകേടായി പോയല്ലേ. ഇവിടെ മഴ നടന്ന സമയത്തുണ്ടല്ലോ അയാള് കയറിട്ട് അങ്ങോട്ട് വലിച്ചിട്ട് അതെ, വളവിടുന്ന ഞാനും തേങ്ങ അവനെന്ന് പറഞ്ഞ് നല്ല 4 തെറി തിരിച്ച് വളർന്നു കൈസ്. അവൻ അവിടുന്ന് ഈ പറമ്പിലേക്ക് അവൻ വന്നു. ഞാൻ കാണിച്ചുതരാം കൈസ്. മതിലിന്റെ എക്സൈറ്റ് നിൽക്കുവാണ്. ഇവൻ ഈ പറമ്പിൽ വന്ന് കയറിയിട്ട് തിരിച്ചു പോയി കണ്ടോ, തിരിച്ച്. പിന്നെ തേങ്ങ അവൻ അവിടെ ഇടത്തുള്ളൂ. മരം മുറിക്കുമ്പോൾ ഈ പീസ് നമുക്ക് വരുമായിരിക്കും അല്ലേ. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് കൈസ്. ഇതുണ്ടോ ഒരുത്തിന് ഇവിടെ ഒരുത്തിന് തൂങ്ങി കിടക്കാൻ വയ്യുണ്ട്. അതിനൊരു ചക്ക ഉണ്ടായിരിക്കും, നിലത്തിരിക്കുക. ഇങ്ങനത്തെ മര്യാദകളൊക്കെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ചക്ക ഉണ്ടായിട്ടോ. നിനക്ക് എന്തായാലും ഇതിനെ പറ്റി പറയാനുള്ളത്? സമൂഹം മാർക്ക കണ്ടിട്ടായിരിക്കും അല്ലേ. മാർക്ക നിരോധിക്കാം, മാർക്ക കണ്ടിട്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ഗൈസ്. ഇതാണ് കൊണ്ടുപോകാനുള്ള പൊടികൾ ഗൈസ്. അപ്പോൾ നമ്മുടെ ലോഡ് ഇത്രയായിരിക്കണം ഗൈസ്. നമ്മളിത് വണ്ടി ലോഡ് ചെയ്യാൻ പോകുക ഗൈസ്. സ്ഥലം കണ്ടോ ഗൈസ്. നമ്മൾ അങ്ങനെ വണ്ടിക്കകത്ത് ഓൾമോസ്റ്റ് ലോഡ് കയറ്റിയിട്ട് ഇനി കുളിക്കാൻ പോവുകയാണ് ഗൈസ്. കണ്ടോ എൽറോയുടെ കോലം കണ്ടോ ഗൈസ്. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞടാ മുടുക്കരെ. ഇനി എന്നെ കാണിക്കണ. കണ്ടു തലയിൽ വലിയ മാറ്റമൊന്നും ഇല്ലല്ലേ. അങ്ങനെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇത് ഇവിടെ തുപ്പഞ്ചിറ ഗൈസ്. തുപ്പഞ്ചിറ മക്കളെ മീനുണ്ടോടാ? എൻ്റെ പൊന്നുമോനെ പറയണ്ടടാ. പിള്ളേരുടെ കാര്യം അതൊന്നും പറയാൻ പറ്റില്ല. 8ലും 9ലും പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ അടിച്ചു കൊല്ലാൻ പോകുന്നത്. ആർക്കോ കണ്ടേറ്റ് നമ്മുടെ വീട് ഗൈസ്. ആ 2 വീട് നമ്മുടെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ വീട് കാണിക്കണം എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ വീട് കാണിക്കും ഇപ്പം. തിരുവനന്തപുരം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കാലടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അങ്കമാലിന്നാണ് എക്സാക്ട്ലി തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കാലടിയൊക്കെ കഴിഞ്ഞ് പെരിയാറൊക്കെ കയറി കാലടി കഴിഞ്ഞ് കോട്ടയത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം വഴിയാണ് നമ്മൾ പോകുന്നത്. പോയിട്ട് വരാം ഗൈസ്. ഇത് ഇടയ്ക്കത്തൊക്കെ പറയേണ്ടതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. നല്ല എന്തെങ്കിലും ഇത് കാണുവാണെങ്കിൽ ഞാൻ പിന്നെ ഒരു സർപ്രൈസിങ് കാര്യം പറഞ്ഞുതരാം. ഇത് ലോഡി പോകുമ്പോൾ ഇത് ലൈനർ ബ്രേക്കാ. എങ്ങനെ ചവിട്ടിയാലും വണ്ടി ആ സ്പീഡിൽ പോവുകയുള്ളൂ. കാരണം നമ്മൾ 38 ഒരിച്ചിരി രാത്രിയായി വണ്ടിയൊക്കെ റോഡിൽ നിന്ന് ഒതുക്കുന്ന വരെ നമ്മൾ മെല്ലെ പോകത്തുള്ളൂ. നമുക്ക് പണി കിട്ടും. പെട്ടെന്ന് ചവിട്ടി കിട്ടില്ല. പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി അറിയുന്ന പോലില്ല, അതേ സ്പീഡിൽ പോവാം. ഞങ്ങൾ അയ്യോ വെച്ചില്ലേ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനുള്ള വെച്ചാൽ അതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ വീഡിയോ കാണിക്കാൻ വേണ്ടി നമ്മുടെ മുഖത്ത് ആ പേടി വന്നിട്ടുണ്ട്. ശരിക്കും ചവിട്ടിയാൽ കിട്ടൂല. ചിലർക്കൊന്നും ഇത് അറിയത്തില്ല. ചിലർ എന്നിട്ട് ഈ ലോഡ് വണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ മുന്നോട്ടൊക്കെ ചാടും. ഇതുവല്ല നമ്മുടെ ചവിട്ടിയ വല്ല നിൽക്കുകയും വേറെ വണ്ടിയായിട്ട് നല്ല ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ പോകാൻ. ഇത് എയർ ബ്രേക്കാണ്, നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. എയർ ബ്രേക്കാണെങ്കിൽ നമുക്ക് ചവിട്ടിയെടുത്ത് കിട്ടും. ഓൾമോസ്റ്റ് 3 ടൺ ലോഡുണ്ട്. അപ്പം ചവിട്ടിയെ കിട്ടുകയല്ലേ. വണ്ടിയും കൊണ്ട് ഓൾമോസ്റ്റ് മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞിങ്ങനെ കയറുമ്പം അവിടെ ഒരു കുറച്ച് പ്രാടമൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു കൈ. അപ്പൊ ഇങ്ങനെ വണ്ടി കാണുന്നതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് റോഡൊക്കെ ഇവിടെ വെച്ചിട്ട് അത് നടന്നു പോയി കണ്ടിട്ട് വരാൻ പോകണം. എനിക്ക് ഇഷ്ടമുള്ള പണി എന്ന് ചെയ്താൽ കൈ ഇങ്ങനെ ഒരു ഗ്യാരേജ് സെറ്റ് ആക്കിടാ. പേര് കാണുന്നുണ്ടോ ഇത് ഞാൻ അറിയത്തില്ല. എൽറോയ് വണ്ടി മേടിച്ചിട്ട് മതിലിൻ്റെ അപ്പുറം ഇട്ടിരിക്കുകയാണ് കേസ്. ചിലപ്പോൾ നമ്മൾ വണ്ടി കണ്ട്
സാറ്റിസ്ഫാക്ഷൻ അടഞ്ഞ് നടക്കുക. കൊള്ളാല്ലേ? ഹാപ്പി ആയോ നീ? നിന്റെ പേരിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ലേ? 2 വർഷം കഴിയുമ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങും. അതെ, ബാപ്സിനെ പോലെയൊക്കെ നമ്മളിങ്ങനെ ഒരു ഗ്യാരേജ് തുടങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അടുത്ത നമ്മളിപ്പോ പോകുമ്പോ ബാപ്സിനെ കാണുന്നുണ്ട് കേട്ടോ. ബാപ്സായിട്ട് കുറച്ച് ഡീൽസ് ഉറപ്പിക്കാനുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ആക്കാം. ഓൾമോസ്റ്റ് മൂവാറ്റുപുഴ കഴിഞ്ഞ് കോട്ടയം കയറാൻ വേണ്ടി പോകും. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എവിടെ കഴിഞ്ഞാ അങ്ങനെ എവിടെ എത്തി കഴിച്ചപ്പോൾ നമ്മള് രാത്രിയായി. എൽറോയാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാരും കാണുന്നത് എൽറോയാണ് വണ്ടി ഓടിക്കുന്നത്. എൽറോയുടെ മൈൻഡിൽ അതൊക്കെയാണ്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് റോഡ് കാണിച്ചു തരാം. റോഡിൽ നമുക്ക് കോപ്പിറൈറ്റ് ആക്കും, ഓഫാക്കി വെക്കാം. ഓ അതെ അതെ ഇത് കേട്ടോ, ഓട്ടോ ഓട്ടോ നാണ് ഓട്ടോക്കാരൻ ഇതെന്താ ഈറ് പറിച്ച് കൈ പിടിച്ച. ഈ കരിമ്പിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഗൈസ്, അതാണ് ഹൈലൈറ്റ്. ഈ കരിമ്പിന് എന്താ ഫ്ലാഷ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ കയറിയതിന്റെ സൈഡിൽ ഒരു കരിമ്പ് കട ഉണ്ടായിരുന്നു. അവരെല്ലാം മൂടിക്കെട്ടി വെച്ച് വീട്ടിൽ പോയി. രാവിലെ തുറക്കുള്ളൂ. അവിടുന്ന് ഇവനൊരു കരിമ്പും കഷ്ണം ഒടിച്ചെടുത്തോണ്ട് വന്നു ഗൈസ്. അതാണ് ഈ ഇരുന്ന് ചപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ഗൈസ്. അപ്പൊ കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കും, കുറച്ചു നേരം ഇവൻ റെസ്റ്റ് എടുക്കും, പിന്നെയും കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കും, പിന്നെയും കുറച്ചു നേരം ഇവൻ റെസ്റ്റ് എടുക്കും, പിന്നെ ഞാൻ, പിന്നെ ഇവൻ, പിന്നെ ഞാൻ, പിന്നെ ഇവൻ, പിന്നെ ഞാൻ, പിന്നെ ഇവൻ. അങ്ങനെ സ്റ്റിയറിംഗ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. അതെ, കയ്യിൽ കരിമ്പ്. അവരുടെയൊക്കെ ഇത് അടിക്കാനാണോ? എറിഞ്ഞിടുന്നത് കരിമ്പ് നിന്നുകൊണ്ട് വണ്ടി ഓടിക്കുന്ന എൽറോയ്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഗൈസ്. നമ്മള് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് രാത്രി ഉറക്കം വന്ന കാരണം വൈറ്റ് സൈഡിൽ വണ്ടി സൈഡാക്കി കിടന്ന് തുടങ്ങി. എൽറോയ് രാവിലെ ഫോമായിട്ട് ഇരുന്നിട്ട് വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. അതെ അതെ അതെ, മന്ത്രിയുടെ വണ്ടിയാണ് ഗൈസ്. എൽറോയ് നമ്മളെ അങ്കമാലിയിൽ എത്തിക്കാനുള്ള ധീര പരിശ്രമത്തിലാണ്. നമ്മളെവിടെ എത്തിയില്ല ഗൈസ്. തിരുവനന്തപുരത്ത് തന്നെ കിടന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂരാണ് ഗൈസ്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അങ്കമാലി റീച്ച് ചെയ്തിട്ട് ഇന്ന് വേൾഡ് സ്ലീപ്പിംഗ് ഡേ ആണ്. അപ്പോൾ എനിക്ക് പോയി കിടന്നുറങ്ങാൻ. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡ്രൈവിങ്. വണ്ടീനെ പറ്റി പറയുകയാണല്ലോ, ഇത് നല്ല കിണ്ണ പവറാ. ഈ തുള്ളിലൂടെ ഇല്ലായിരുന്നുണ്ടല്ലോ, ഇത് സൂപ്പർ വണ്ടിയായിരുന്നു. ഇത് വേണേൽ ഇന്നോവനെ പിടിക്കും ഗൈസ്. പക്ഷേ അല്ല, ഇന്നോവനെ പിടിക്കും. അവർ കാല് കൊടുത്തില്ലേ പിടിക്കും ഗൈസ്. കാല് കൊടുത്താൽ പിടിക്കാൻ വലിയ വഴിയില്ല. എന്നാലും പക്ഷേ ഇതാ, ഇത് നല്ല പവറുണ്ട്. നല്ല നമുക്ക് നല്ല വ്യൂവാ. അങ്ങ് പൊക്കത്തിരുന്ന് എല്ലാം കാണാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഓടിക്കാൻ സുഖമാണ്. പക്ഷേ ഇതിന് ഭയങ്കര തുള്ളലാണ് ഗൈസ്. ഇടയ്ക്ക് നമ്മൾ മറ്റേ റൂഫിലൊക്കെ പോയി തലയൊക്കെ അടിച്ചാൽ ആക്സിലേറ്ററൊന്നും ബ്രേക്ക് ചെയ്തെല്ലാം കാലൊക്കെ പറഞ്ഞങ്ങ് പോവും. അതേപോലെ പൊങ്ങും. ഇവിടെ ഒരു ആക്സിഡൻ്റ് ആണ് തോന്നുന്നത്. ആക്സിഡൻ്റ് ആണ് തോന്നുന്നല്ലടാ. അതിൻ്റെ ആൾക്കാരെല്ലാം ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മള് മുമ്പ് സാധാരണ കുറേ കാണുന്നതാണ് ഗൈസ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരെണ്ണേ കണ്ടുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അങ്കമാലി റീച്ച് ആവാനായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് മൊത്തം ഒറ്റ ലക്ഷ്യമുള്ളൂ ഗൈസ്, കട്ടിൽ. എനിക്ക് എങ്ങനെയും ഒന്ന് എൻ്റെ കട്ടിലേലെത്തണം ഗൈസ്. എനിക്ക് പറ്റുന്നില്ല. അതേപോലെ മടുത്ത് ക്ഷീണമായി. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ അവിടെ കിടന്നുറങ്ങിയെന്ന്. അപ്പോൾ ഒക്കെ എങ്ങനെയും എനിക്കൊരു കട്ടിൽ കിട്ടണമെന്നാണ്. ഇന്ന് വേൾഡ് സ്ലീപ്പിംഗ് ഡേ ആണെന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയും ഒന്ന് ഉറങ്ങണം. അത് മാത്രം ലക്ഷ്യമാക്കി ഇതേ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ അങ്കമാലി റീച്ച് ആവും ഗൈസ്. നമുക്ക് ബാക്കി കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി. മരിച്ചാണ് എത്തിയത് വെച്ചത്. കാരണം എനിക്ക് ഔട്ട്ഡോർ എടുക്കാനൊന്നും പറ്റിയില്ല. എന്തോ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളത് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. ആയി വരുന്നല്ലേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. പിന്നെ ഓക്കെ, അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.